നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് കമ്പനിയുടെ വിദേശ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിട്ട് ഷോൺ ജോർജ്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് SNC ലാവലിൽ നിന്നും PWCയിൽ നിന്നും പണമെത്തി. അക്കൗണ്ടിൽ നിന്ന് അമേരിക്കയിലേക്കും പണമിടപാടെന്ന് ഷോൺ. ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു സംശയിക്കുന്നു. വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത്. രാജ്യസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഘടകകക്ഷികളുമായി ചർച്ചയ്ക്ക് CPM. കേരള കോൺഗ്രസിനെ കൂടാതെ RJDയെയും NCPയെയും അനുനയിപ്പിക്കും. സീറ്റ് വേണമെന്ന നിലപാട് മാറ്റാതെ കേരള കോൺഗ്രസ്. സംസ്ഥാന കോൺഗ്രസിൽ ചേരിപ്പോര് തുടരുന്നു. സതീശന്റെ വിശ്വസ്തനായ KSU പ്രസിഡന്റിനെ മാറ്റാൻ K സുധാകരൻ ഹൈക്കമാൻഡിനെ സമീപിക്കും. തടുക്കാൻ സതീശനെ അനുകൂലിക്കുന്നവർ. UDF ഏകോപന സമിതിയിലേക്ക് ക്ഷണിക്കാത്തതിൽ ചെന്നിത്തലയ്ക്ക് അമർഷം. വീട്ടമ്മയുടെ മരണത്തിന് പിന്നാലെ തൃശൂർ കോർപ്പറേഷൻ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ 10 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി പിഴയിട്ടു. വലുപ്പച്ചെറുപ്പമില്ലാതെ ഹോട്ടലുകളിൽ പരിശോധന നടത്തുമെന്ന് തൃശൂർ മേയർ. പെയ്ത്ത് കുറഞ്ഞു. കോട്ടയത്തും എറണാകുളത്തും നാശനഷ്ടം. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കെജ്രിവാൾ 2-ാം തീയതി തന്നെ ജയിലിലേക്ക് മടങ്ങണം. ജാമ്യം നീട്ടണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി രജിസ്ട്രി. മോദി ധ്യാനത്തിനായി നാളെ കന്യാകുമാരിയിൽ. 7-ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. അത്യുഷ്ണത്തിനിടയിലെ പരിശീലനത്തിൽ ഡൽഹിയിൽ മലയാളി പോലീസുകാരൻ മരിച്ചു. സൂര്യാഘാതത്തിൽ മരിച്ചത് ഡൽഹി പോലീസിലെ ASI K ബിനീഷ്. ഡൽഹിയിൽ താപനില 50 ഡിഗ്രിക്കടുത്ത്. ആവേശം വിനയായി. അംബാൻ മോഡലിൽ കാറിൽ നീന്തൽക്കുളം ഒരുക്കിയ യൂട്യൂബർക്കെതിരെ നടപടി. സഞ്ജു ടെക്കിയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി. വാഹനത്തിൽ വെള്ളം നിറച്ച് അപകടകരമായ രീതിയിൽ ഓടിച്ചതിന് എൻഫോഴ്സ്മെന്റ് RTOയുടെ കേസ്. $12 കോടിയുടെ ഭാഗ്യം ആർക്കെന്നറിയാം. വിഷു ബമ്പർ നറുക്കെടുപ്പ് 2 മണിക്ക്. വിറ്റുപോയത് 41 ലക്ഷം ടിക്കറ്റുകൾ. മൂന്നാർ വട്ടവടയിൽ കാട്ടുനായ്ക്കൾ 50 ആടുകളെ കടിച്ചു കൊന്നു. ആക്രമണം മേയാൻ വിട്ട ആടുകൾക്ക് നേരെ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. ഹൈക്കോടതിയിൽ ഇതേക്കുറിച്ചുള്ള ഉപഹർജി അദ്ദേഹം നൽകിയിരുന്നു. കേന്ദ്ര ഏജൻസികൾക്ക് പരാതിയും കൊടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വീണ വിജയനെതിരെ ആരോപണം ഉന്നയിച്ചത്. വീണയുടെ ഉടമസ്ഥതയുള്ള എക്സാലോജിക് കമ്പനിക്ക് അബുദാബി കൊമേഴ്സ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന വിവരമാണ് ഷോൺ ജോർജ് പുറത്തുവിട്ടത്. ഇതിലൂടെ നടന്ന കോടികളുടെ ഇടപാട് ാണോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു. അതുമാത്രമല്ല, ഈ അക്കൗണ്ടുകളിലേക്ക് പണം വന്ന കമ്പനികളിൽ SNC ലാവലിനും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും ഉണ്ട് എന്നും ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മറ്റ് കമ്പനികളിൽ നിന്നും പണം ഈ കമ്പനിയിലേക്ക്, എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക്, അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് എത്തി. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ പലതും ശരിയാണെന്ന് തെളിയുകയാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയതിന് കൂടാതെ അദ്ദേഹം കേന്ദ്ര ഏജൻസികൾക്കും ഇതേക്കുറിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഷോൺ ജോർജിന്റെ വാക്കുകളിലേക്ക്. ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു സംശയിക്കുന്നു. SNC ലാവൽ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ്
പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് PwC. ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷന് അബുദാബിയിലെ കമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന കാര്യമാണ് ഷോൺ ജോർജ് പറഞ്ഞത്. ഈ അക്കൗണ്ടിലേക്കാണ് SNC ലാവ്ലിൻ, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് തുടങ്ങിയ കമ്പനികളിൽ നിന്ന് പണം വന്നത്. ഇത് മാസപ്പടിയുമായിട്ടും അതുപോലെ തന്നെ എക്സാലോജിക്കിനെതിരെ ഉയർന്നു വന്ന മറ്റ് ആരോപണങ്ങൾക്കും സാധുതയേകുന്നതാണെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാനി പോൾ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഡാനി, കുറേയേറെ കാര്യങ്ങൾ ഷോൺ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇപ്പോൾ വിദേശത്ത് ഒരു അക്കൗണ്ട് ഉണ്ട് എന്നത് ഒരു വലിയ കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ ആ അക്കൗണ്ടിലേക്ക് പണം വന്ന കമ്പനികളുടെ വിവരങ്ങളും അതുപോലെ തന്നെ ഈ അക്കൗണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പണം പോയിട്ടുണ്ട് എന്ന കാര്യവും ഷോൺ പറയുകയുണ്ടായല്ലോ. എന്തെല്ലാം കൂടുതൽ കാര്യങ്ങൾ എക്സാലോജിക്കിനെ കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ ഷോൺ ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്? മഞ്ജുഷ, ഷോൺ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അത് നിലവിൽ അദ്ദേഹം പറയുന്നത് ഇത്തരം കാര്യങ്ങളുടെ ആനുപാതികമായ തെളിവുകൾ താൻ ബന്ധപ്പെട്ടവർക്ക് കൈമാറിയിട്ടുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന ആരോപണങ്ങൾ ഗുരുതര സ്വഭാവത്തിലുള്ളത് തന്നെയാണ്, ഒരു സംശയവുമില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഈ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നേരത്തെയും വലിയ വിവാദങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എത്തപ്പെടുമ്പോഴും ഇപ്പോൾ അതിന് ആനുപാതികമായി മറ്റ് വിവാദങ്ങൾ കൂടി വരികയാണ്. ഇവരുടെ കമ്പനിക്ക് ഒരു വിദേശ അക്കൗണ്ട് ഉണ്ട് എന്നതാണ് പറയുന്നത്. അതിലേക്ക് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കമ്പനികൾ വലിയ രീതിയിലേക്ക് അതിലേക്ക് പണം വന്നിട്ടുണ്ട്. കോടാനുകോടി എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക്. ആ രീതിയിലേക്ക് പണം ഇവിടേക്ക് വന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് ഇത്തരം തുകകൾ കൈമാറി എന്നതാണ് ഗുരുതരമായി ഉന്നയിക്കുന്ന ചോദ്യം. അത് പല ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അത് കമ്മീഷൻ തുകയാണ് എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കമ്പനികളാണ് ഈ രണ്ട് കമ്പനികളും തന്നെ വലിയ രീതിയിൽ വിവാദങ്ങളിലേക്ക്, സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ വലിയ രീതിയിലേക്ക് വിവാദത്തിലേക്ക് കൊണ്ടുവന്ന കമ്പനികൾ തന്നെയാണ്. SNC ലാവ്ലിനായാലും അത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ആയാലും വലിയ രീതിയിലേക്ക് വിവാദങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഇത് ഈ പണം നിക്ഷേപിച്ച കാലയളവും അവർ ഇവിടെ ബന്ധപ്പെട്ടിരുന്ന ആ സമയത്തുള്ള കാലയളവ് തന്നെയാണെന്ന് ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വിദേശ അക്കൗണ്ട് ഒരു ഇന്ത്യൻ പൗരനെ സൂക്ഷിക്കുന്നതിൽ അതിൽ മറ്റ് തെറ്റൊന്നുമില്ല. പക്ഷേ അത്തരം ഇടപാടുകൾ ഇൻകം ടാക്സ് ഏജൻസി അടക്കം കൃത്യമായി തന്നെ അറിയിച്ചിരിക്കണം. അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന വീണ വിജയന്റെ അത്തരം സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഇവിടേക്ക് വന്നിരിക്കുന്ന പണം, വലിയ രീതിയിലേക്ക് വന്നിരിക്കുന്ന പണം, അത് മറ്റ് അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അത് വളരെ ഗുരുതര സ്വഭാവത്തോടെ അദ്ദേഹം ഉന്നയിക്കുന്നു. അത് അമേരിക്കയിലെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പോയിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെയും അത് ഒരു ആരോപണം മാത്രമായി നിങ്ങൾ കരുതേണ്ടതില്ല, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് താനിത് പറയുന്നതെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. അങ്ങനെ വിവിധ അക്കൗണ്ടുകളിലേക്ക് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. ഈ അക്കൗണ്ടിലേക്ക് പണം വന്ന ഏതെല്ലാം കമ്പനികളിൽ നിന്ന് പണം വന്നു, എങ്ങോട്ടൊക്കെ പണം പോയി എന്ന് ഷോൺ പറയുമ്പോഴും ഇതിന്റെ രേഖകൾ ഷോൺ വാർത്താ സമ്മേളനത്തിൽ നൽകിയിട്ടില്ലല്ലോ. ഇത് കേന്ദ്ര ഏജൻസികൾക്ക് താൻ നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം വെളിയിൽ വന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. ഇത് തെറ്റാണെങ്കിൽ ഈ ബന്ധപ്പെട്ടവർക്ക്, അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യവും അദ്ദേഹം പറയുകയാണ്, തനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ തന്റെ കൈവശമുണ്ട്. അതിലൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഈ വിവരം നൽകിയതാരാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയാൽ അത് ചിലപ്പോൾ മറ്റൊരു ഗുരുതരമായ ഭവിഷ്യത്തിലേക്ക് പോകും എന്നുള്ള കാര്യവും പറയുകയാണല്ലോ ഷോൺ ജോർജ്. തീർച്ചയായും മഞ്ജുഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത്. നിങ്ങൾ ഇതൊരു ആരോപണം എന്ന രീതിയിൽ തന്നെ കാണേണ്ടതിൽ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏൽക്കുന്നു. ഇത് പറയുന്നതിന് തനിക്ക് ആനുപാതികമായ തെളിവുകൾ അടക്കം തന്റെ പക്കലുണ്ട്. പക്ഷെ അത് മാധ്യമങ്ങൾക്കല്ല കൈമാറേണ്ടത്, ബന്ധപ്പെട്ട ഏജൻസികൾക്ക് തന്നെയാണ്. താൻ അത് നൽകിയിട്ടുണ്ട് എന്നാണ് ഷോൺ ജോർജ് പറയുകയും ചെയ്യുന്നത്. ഇത് ഒരു ഉപഹർജിയായിട്ട് ഹൈക്കോടതിയിലേക്ക് അടക്കം വരുന്നു. മാസപ്പടി കേസിൽ ഷോൺ ജോർജ് നൽകിയ ഹർജികൾ വരും ദിവസങ്ങളിൽ പരിഗണിക്കാനിരിക്കെയാണ് ഉപഹർജി കൂടി ഇതിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും രീതിയിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് അടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. താൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ തനിക്കെതിരെ വസ്തുതാപരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ആർക്കെങ്കിലും പുറത്തേക്ക് വരാമെങ്കിൽ അവർക്ക്
മാനനഷ്ട കേസടക്കം കൊടുക്കാമെന്ന് ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്യമായ രീതിയിൽ തന്നെ വെല്ലുവിളി ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്റെ പക്കൽ വ്യക്തമായ വിവരങ്ങളുണ്ട്. ഇത് നൽകിയ വ്യക്തിയെക്കുറിച്ച് തനിക്ക് പുറത്ത് കാര്യങ്ങൾ പറയുവാൻ കഴിയുകയില്ല. രണ്ട് സംയുക്തമായ ഒരു അക്കൗണ്ടാണ് അബുദാബി ബാങ്കിലുള്ളത്. അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളെല്ലാം തന്റെ പക്കലുണ്ട്. ഇവിടേക്ക് പണം വന്നതായി കൃത്യമായ രേഖകളോടുകൂടി തന്നെയാണ് താനത് പറയുന്നത്. പക്ഷെ അത് കൈമാറാൻ തനിക്ക് നിർവാഹമില്ല എന്നതടക്കം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. SFIO ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് താൻ ഇത്തരം വസ്തുതകൾ കൂടി കൂട്ടിച്ചേർക്കുന്നത്. ഇത് സംബന്ധിച്ച ഈ അന്വേഷണ ഏജൻസികൾക്കും തന്നെയും വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു തെളിവും യാതൊരു കാര്യം ഒരു രേഖയോ അടക്കമോ ഒന്നും തന്നെയും മാധ്യമങ്ങൾക്ക് അദ്ദേഹം നൽകിയിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഉപഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകിയത്. ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെന്ന് ഷോൺ പറയുകയാണ്. വിദേശ അക്കൗണ്ടിന്റെ വിവരങ്ങളാണ് ഷോൺ ജോർജ് ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് CPM. LDFിൽ CPIക്കും CPMനുമാണ് ഓരോ സീറ്റുകൾ എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് കിട്ടുകയില്ല. അതേസമയത്ത് തന്നെയാണ് RJDയും NCPയും ഓരോ സീറ്റ് വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ എല്ലാ പാർട്ടികളുമായിട്ടും ചർച്ച നടത്താനാണ് ഇപ്പോൾ CPMന്റെ തീരുമാനം. ഇതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് BV അരുൺ നൽകും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് സംസ്ഥാനത്ത് വിജയിക്കാൻ കഴിയുന്നത്. അതിലേക്കാണ് ഇപ്പോൾ ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ അവകാശവാദവുമായി രംഗത്തുള്ളത്. CPM, CPI, കേരള കോൺഗ്രസ് എം പ്രതിനിധികളുടെ കാലാവധിയാണ് കഴിയുന്നത്. ഇതിൽ CPM തന്നെ ഒരു സീറ്റ് ഏറ്റെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. മറ്റൊരു സീറ്റിലേക്കാണ് CPI, കേരള കോൺഗ്രസ് എമ്മും ശക്തമായ അവകാശവാദവുമായി രംഗത്തുള്ളത്. RJDയും ഞങ്ങൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്തതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് നൽകണമെന്ന ആവശ്യം RJD ഉന്നയിക്കുന്നുണ്ട്. NCPയും ഇടതുമുന്നണി നേതൃത്വത്തോട് സീറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഏതായാലും ഒരു തർക്കമില്ലാതെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് CPI നേതൃത്വം നടത്തുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഉഭയകക്ഷി ചർച്ചയിലേക്ക് CPM കടക്കുന്നത്. 6-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള ആദ്യ ദിവസമാണ്. അന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. മറ്റു പാർട്ടികളെയും CPM ചർച്ചയ്ക്ക് വിളിക്കും. ഇടതുമുന്നണി യോഗത്തിലാകും അന്തിമ തീരുമാനമുണ്ടാകുക. 13-ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് എം അവരുടെ ചെയർമാൻ ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് സീറ്റ് ആവശ്യപ്പെടുന്നത്. ക്യാബിനറ്റ് പദവി ഉള്ള ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ഏതെങ്കിലും ഒരു പദവി നൽകി കേരള കോൺഗ്രസ് എമ്മിനെ അനുനയിപ്പിക്കാൻ CPM ശ്രമം തുടങ്ങിയിട്ടുണ്ട്. CPI മുതിർന്ന നേതാവ് K പ്രകാശ് ബാബുവിനെയാണ് രാജ്യസഭയിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നത്. CPM M സ്വരാജിനെ പോലുള്ള നേതാക്കളെ സഭയിലേക്ക് അയക്കാൻ ആലോചിക്കുന്നുണ്ട്. ഏതായാലും ആർക്കാണ് സീറ്റ് നൽകുക? ഒരു സീറ്റ് CPM മത്സരിക്കുമ്പോൾ മറ്റൊരു സീറ്റ് ആര് എന്നത് വലിയ തർക്കമായി മാറാതെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമമാണ് ഇടതുമുന്നണി നടത്തുന്നത്, CPM നടത്തുന്നത്. എന്നാൽ അത്ര എളുപ്പമല്ല പ്രശ്നപരിഹാരം ഈ വിഷയത്തിൽ ഇടതുമുന്നണി നേതൃത്വത്തിനും CPMനും. LDFിൽ രാജ്യസഭാ സീറ്റ് നിർണയം അത്ര എളുപ്പമല്ല എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യമാണ്. ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ MP സ്ഥാനം ഒഴിയാൻ പോകുന്നത്, കാലാവധി കഴിയാൻ പോകുന്നത്. അതിനാൽ തന്നെ ജോസ് കെ മാണിക്ക് ഒരു പദവി വേണം എന്നുള്ള കാര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് 2 അഭിപ്രായം ഇല്ല. അതിനാൽ തന്നെ രാജ്യസഭാ സീറ്റ് വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കും കേരള കോൺഗ്രസ് എം. ഇത് ഈ ചർച്ചകളെ ഏത് രീതിയിൽ കൊണ്ടുചെന്നെത്തിക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കോട്ടയത്ത് നിന്ന്. രാജ്യസഭാ MP സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അഭിമാനം ഉള്ളതാണ്. പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഈ പാർട്ടി ചെയർമാന്റെ സ്ഥാനം തന്നെയാണത്. UDFിൽ നിന്ന് LDFിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥാനമാണ്. അത് ഇവിടെ എത്തിയ ശേഷം നഷ്ടപ്പെട്ടു എന്ന് വരുന്നത് അത് അണികളെ അടക്കം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് അല്പം ബുദ്ധിമുട്ടുള്ള വിഷയം കൂടിയാണ്. മാത്രവുമല്ല, ഇത് 6-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്, ഈ ചർച്ച നടക്കുന്നത്. 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു തിരിച്ചടി ഉണ്ടായാൽ, അതായത് തോമസ് ചാഴികാടൻ തോറ്റാൽ അതും വലിയ തിരിച്ചടികൾക്ക് കാരണമാകും. തൊട്ടു പിന്നാലെ രാജ്യസഭാ സീറ്റ് സ്ഥാനം കൂടി നഷ്ടപ്പെട്ട ഇടതുമുന്നണിയിൽ തുടരുക എന്നത് അവരെ സംബന്ധിച്ച് എളുപ്പമാകില്ല. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് തന്നെ തങ്ങൾക്ക് വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിലെ ധാരണ. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിനില്ല എന്ന് തന്നെയാണ് നേരത്തെയും ജോസ് കെ മാണി പ്രഖ്യാപിച്ചത്. കാരണം ഒരു പരസ്യ പ്രചരണം, ചർച്ച, വിവാദങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് ഈ സീറ്റിന് വേണ്ടി നിൽക്കുന്നത് CPMഉം CPIയുമാണ്. അവരെ രണ്ടുപേരെയും ചൊടിപ്പിക്കുന്നതിന് കാരണമാകും. അത്തരത്തിലൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയ
പോയാൽ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല എന്നും കേരള കോൺഗ്രസ് എം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുന്നണി ഉഭയകക്ഷി ചർച്ചയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് നേടിയെടുക്കാനുള്ള ശ്രമമായിരിക്കും. പ്രത്യേകിച്ച് MP സ്ഥാനം നഷ്ടപ്പെട്ടാൽ 2 MP തങ്ങൾക്ക് പിന്നീട് രാജ്യസഭയിലോ ലോക്സഭയിലോ ഒരു പ്രാതിനിധ്യം ഇല്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടാൻ കൂടിയായിരിക്കും അവരുടെ ഒരു ശ്രമം ഉണ്ടാകുക. എന്തായാലും ഈ ക്യാബിനറ്റ് പദവികൾ മറ്റെന്തെങ്കിലും ഒന്നിലേക്ക് എത്തണമെങ്കിൽ തൽക്കാലം അതിനോട് യോജിക്കാൻ അവർ തയ്യാറല്ല. അതേസമയം CPM-ഉം CPI-യും ഒരു കടുത്ത നിലപാടിൽ എത്തിയാൽ ഒരുപക്ഷെ ക്യാബിനറ്റ് പദവി എന്നതിലേക്ക് സ്വീകരിക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു മുന്നണി മാറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ മാത്രമായിരിക്കും സംഭവിക്കാൻ സാധ്യത. ഇപ്പോഴേ ഒരു മുന്നണി മാറ്റം പോലുള്ള കാര്യങ്ങളിലേക്ക് ഇതിലൂടെ കടന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ വരാനിരിക്കുന്ന ഭരണം ആരുടേത് എന്നതുപോലും ഇപ്പോൾ വിലയിരുത്താൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ അതൊരു ഗുണമാകില്ല എന്ന വിലയിരുത്തൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. തൽക്കാലം അതുകൊണ്ട് ഒരു അതായത് LDF-നൊപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ കേരള കോൺഗ്രസ് എം എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യസഭാ സീറ്റിനെ കുറിച്ച് UDF-ൽ തർക്കമില്ല. ആ സീറ്റ് മുസ്ലിം ലീഗിന് തന്നെയാണ്. പക്ഷേ മുസ്ലിം ലീഗിൽ ആരായിരിക്കണം രാജ്യസഭയിലേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള തർക്കം തുടങ്ങിക്കഴിഞ്ഞു. PMA സലാമിനെ രാജ്യസഭയിലേക്ക് അയക്കാനാണ് ഇപ്പോൾ ലീഗ് നേതൃത്വത്തിന്റെ താല്പര്യം. പക്ഷേ ഇതിനെതിരെ MK മുനീർ രംഗത്തെത്തിയത് കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയുടെ ടേബിളിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ പോവുകയാണ്. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നതിനൊപ്പം തന്നെ യുവാക്കളെ ആയിരിക്കണം ഈ സീറ്റിലേക്ക് പരിഗണിക്കേണ്ടത് എന്നാണ് MK മുനീറിന്റെ ആവശ്യം. CV അനുമോദ് മലപ്പുറത്തുനിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാജ്യസഭയിലേക്ക് താനില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി തുറന്നു പറഞ്ഞതോടെ ഇനി ആരാകും എന്ന ചർച്ചകൾ സജീവമായിട്ട് ഉയർന്നിട്ടുണ്ട്. യൂത്ത് ലീഗ് നേതാക്കളായ PK ഫിറോസ്, VK ഫൈസൽ ബാബു എന്നിവരുടെ പേരാണ് സജീവമായിട്ടുള്ളത്. കാരണം രാജ്യസഭയിലേക്ക് യുവ പ്രാതിനിധ്യമായിരിക്കും, അത് പുതുമുഖമായിരിക്കും എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ സാഹചര്യത്തിൽ യൂത്ത് ലീഗിന് ഏറെ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ 2 പേരുടെ പേരുകളാണ് ഏറ്റവും സജീവമായിട്ട് ഇപ്പോൾ പരിഗണന ലിസ്റ്റിലുള്ളത്. രാജ്യസഭ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ അബ്ദുസമദ് സമദാനി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലഘട്ടത്തിലാണ് രാജ്യസഭ. അതേസമയം തന്നെ മുതിർന്ന നേതാക്കളിൽ പരിഗണിക്കണമെന്ന ആവശ്യവും അല്ലെങ്കിൽ അഭിപ്രായവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ PMA സലാമിനെയോ അതേപോലെ മലപ്പുറത്തെ മുതിർന്ന നേതാവായിട്ടുള്ള CP ബാബുഹാജിയോ പരിഗണിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു മുൻതൂക്കമുള്ളത് യൂത്ത് ലീഗിന് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ ലീഗ് ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാകും അത്തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങുക എന്നാണ് അറിയാനാകുന്നത്. ഒരുപക്ഷെ ഈ 2 നേതാക്കൾക്ക് പുറമെ ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ പോലെയുള്ളവരെ പരിഗണിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്തുതന്നെയാണെങ്കിലും യൂത്ത് ലീഗിന് ഏറെ പ്രതീക്ഷ നൽകുന്ന സാഹചര്യമാണ് രാജ്യസഭാ സീറ്റ് സാഹചര്യത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിൽ സംജാതമായിരിക്കുന്നത്. മലപ്പുറത്തുനിന്നും CV അനുമോദ്, ന്യൂസ് 18. കോൺഗ്രസിൽ VD സതീശനും K സുധാകരനും തമ്മിലുള്ള ചേരിപ്പോര് തുടരുകയാണ്. KSU തെക്കൻ മേഖലാ ക്യാമ്പിലെ കൂട്ടത്തല്ലിന്റെ മുഖ്യ ഉത്തരവാദിത്വം KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനാണെന്ന് കാട്ടി AICCക്ക് കത്ത് നൽകാൻ ഒരുങ്ങുകയാണ് K സുധാകരൻ. ഇത് VD സതീശനെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം അലോഷ്യസ് സേവ്യർ VD സതീശന്റെ നോമിനിയാണ്. അതേസമയത്ത് തന്നെയാണ് VD സതീശൻ തന്റെ വിശ്വസ്തനായ അലോഷ്യസ് സേവ്യറിനെ സംരക്ഷിക്കുവാനുള്ള നീക്കം നടത്തുന്നത്. ഇതിനുള്ള പദ്ധതി സതീശനും A ഗ്രൂപ്പും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. KSU സംസ്ഥാന അധ്യക്ഷനെ പരസ്യമായി വിമർശിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണന് ഭീഷണിയുമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രനും രംഗത്തെത്തി. അനന്തകൃഷ്ണനെ ഫോണിൽ അസഭ്യം പറഞ്ഞാണ് അരുൺ രാജേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങൾ BV അരുൺ നൽകും. ആദ്യം ആ ഓഡിയോ സന്ദേശത്തിലേക്ക്. പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് കിടന്ന നിന്നെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു. ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെ ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് 70% ആളുകൾ കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോടാ? നീ കണ്ടോ? ക്യാമ്പിനകത്ത് 70% ആളുകൾ കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോന്ന് ചോദിച്ചേ? കണ്ടോ? നീ കണ്ടോ? ഈ പറഞ്ഞ സാധനം നീ കണ്ടോ? 70% നീ ചാനലിൽ പറഞ്ഞത് 70% ആളുകൾ കള്ളു കുടിച്ച് നടക്കുക. അതിനകത്ത് കള്ളു കുടിച്ചിട്ട് നടന്ന ആളുകളുടെ പേരൊന്ന് നീ പറഞ്ഞേ. നീ കാണിച്ചത് നിനക്കിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ കാരണമാ കേട്ടോ. ഇനി ഇത് നാട് നിങ്ങളെ പാട് കിടക്കേണ്ടാണ്. നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ. ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ പോരാ. ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ
പറയുക, ഈ പറയുന്നത് ആരാണെന്ന് എന്താണെന്ന് നിനക്കറിയാം. നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ. KSUവിന്റെ തെക്കൻ മേഖലാ ക്യാമ്പിൽ സംഭവിച്ചത് വെറും കുട്ടിക്കളി അല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിലൂടെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. സതീശനും സുധാകരനും തമ്മിലുള്ള ചേരിപ്പോര് രൂക്ഷമാകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് KSUവിലെ ഈ തർക്കം. വി അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഏത് രീതിയിൽ ഈ അലോഷ്യസ് സേവ്യറിനെ മാറ്റുവാനുള്ള നീക്കമാണ് ഇപ്പോൾ സുധാകരപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിൽ സുധാകരൻ നേരിട്ട് ഇടപെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് സതീശനെതിരെയുള്ള ഒരു നേർക്കുനേർ വെല്ലുവിളി കൂടിയാണല്ലോ. KSUവിൻ്റെ കുട്ടിക്കളി കാര്യമായി മാറുകയാണ്. KSUവിലാണ് തർക്കമെങ്കിലും അത് യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണ്. ഇപ്പോൾ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറെ മാറ്റണമെന്ന കടുത്ത നിലപാടിലേക്ക് സുധാകരൻ നീങ്ങുകയാണ്. ഈ കാര്യം ഉന്നയിച്ച് ACC നേതൃത്വത്തെ സമീപിക്കാനാണ് സുധാകരൻ്റെ തീരുമാനം. ഗുരുതരമായ പ്രശ്നമാണ് അവിടെ ഉണ്ടായത്. മാത്രമല്ല സംഘടനാവിരുദ്ധമായ കാര്യങ്ങൾ നടന്നത്. KPC അധ്യക്ഷനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല. അതിനുശേഷം മദ്യവെച്ച് പ്രശ്നമുണ്ടാക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ കുട്ടികളെ മാത്രം കാണാൻ സുധാകരൻ തയ്യാറല്ല. അദ്ദേഹം വളരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അലോഷ്യസ് സേവ്യറെ സംരക്ഷിക്കാൻ VD സതീശനും രംഗത്തിറങ്ങും. അതോടുകൂടി ഈ വിഷയം കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കമായി മാറുകയാണ്. നേരത്തെ തന്നെ സുധാകരനും VD സതീശനും തമ്മിൽ പല കാര്യങ്ങളിലും സ്വരച്ചേർച്ചയില്ല. നേരിട്ട് കണ്ടാൽ സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഇരു നേതാക്കൾ തമ്മിൽ അകന്നുവെന്ന വിവരങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വരുന്നത്. മാത്രമല്ല UDF യോഗം ചേരാൻ തീരുമാനിച്ചാൽ പോലും സമയം തീരുമാനിക്കുന്നതിനും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും ഇരു നേതാക്കളും പരസ്പരം ചർച്ച നടത്തില്ല. 25-ലെ യോഗവും അത്തരത്തിൽ അനിശ്ചിതത്വത്തിലായിരുന്നു. ഒടുവിൽ ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടാണ് യോഗം ചേരാൻ തീരുമാനിച്ചത്. ആ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന ശാഠ്യം സുധാകരൻ എടുത്തു. ഒടുവിൽ കുഞ്ഞാലിക്കുട്ടി ഇടപെടൽ തന്നെയാണ് അദ്ദേഹം യോഗം തുടങ്ങിയ സമയത്ത് കുറച്ച് സമയം മാത്രം കന്റോൺമെന്റ് ഹൗസിൽ വന്ന് പങ്കെടുത്ത് തിരിച്ച് കണ്ണൂരിലേക്ക് പോയത്. അത്തരത്തിൽ വലിയ തർക്കമായി ഇത് മാറുകയാണ്. കോൺഗ്രസ് KSUവിൻ്റെ കുട്ടിക്കളി യഥാർത്ഥത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന തർക്കമായി പ്രധാനപ്പെട്ട നേതാക്കൾ മുന്നണിക്ക് ഇവിടെ നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ചെയർമാനായ പ്രതിപക്ഷ നേതാവും അതുപോലെ KPCയുടെ അധ്യക്ഷനായ ഫലം വന്നു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി UDF ഉണ്ടാക്കിയാൽ പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യം ശക്തമായി ഉയരും. VD സതീശൻ തന്നെ നേരിട്ട് നേതൃത്വം നൽകും. അതിനെ മറികടക്കാൻ പ്രസിഡന്റ് മാറിയാൽ പ്രതിപക്ഷ നേതാവ് മാറട്ടെ നിന്ന നിലപാടുമായി സുധാകരൻ രംഗത്ത് വരും. അങ്ങനെ വലിയൊരു തർക്കത്തിലേക്കാണ് കോൺഗ്രസ് കാര്യങ്ങൾ പോകുന്നത്. KSU ക്യാമ്പിലെ കൂട്ടയടി പോലും ഇതുമായി ബന്ധപ്പെട്ട ഈ സതീശൻ സുധാകരൻ തർക്കത്തിന്റെ അനന്തരഫലമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശരി അരുൺ, പക്ഷേ ഇത് മാത്രമല്ല, മറ്റൊരു തർക്കം കൂടി നടക്കുന്നുണ്ട്. നേതാക്കളുടെ ഈ പടലപ്പിണക്കത്തിനിടെയാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും രണ്ട് ചേരിയായ ഈ പിണക്കത്തിന് പിന്നാലെ UDF ഏകോപന സമിതി യോഗത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ പാർട്ടി നേതൃത്വത്തെ രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിച്ചത്. ബെന്നി ബെഹനാനും ഇങ്ങനെയൊരു അതൃപ്തിയുണ്ട്. കഴിഞ്ഞ 25-ന് ചേർന്ന UDF ഏകോപന സമിതി യോഗത്തിലേക്ക് ക്ഷണിച്ചില്ലെന്നാണ് ചെന്നിത്തലയുടെ പരാതി. SMS പോലും അയച്ചില്ലെന്നും രമേശ് ചെന്നിത്തലയ്ക്ക് പരാതിയുണ്ട്. കൂടിയാലോചനകൾ ഇല്ലാതെ തീരുമാനമെടുക്കുന്നുവെന്നാണ് ഇവരുടെ വിമർശനം. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 25-ാം തീയതി പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന UDF ഏകോപന സമിതി യോഗത്തെ സംബന്ധിച്ച യാതൊരു സൂചനകളും നൽകാതിരുന്നതിൽ അതൃപ്തി പരസ്യമാക്കിയാണ് രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാൻ MPയും രംഗത്തെത്തിയിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഒരു SMS സന്ദേശം മുഖേന പോലും നൽകിയിട്ടില്ലായിരുന്നു UDF ഏകോപന സമിതി യോഗം ചേരുന്നത് സംബന്ധിച്ച് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പരിഭവം. സമാനമായ ആക്ഷേപം മുമ്പും ഉന്നയിക്കേണ്ടി വന്നിട്ടുണ്ട്. കൂടിയാലോചനകളില്ലാതെയാണ് UDFൽ പല കാര്യങ്ങളും നടക്കുന്നത്. അത് കൃത്യമായി മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും കോൺഗ്രസിലെ മുതിർന്ന നേതാവ് എന്ന നിലയിലും രമേശ് ചെന്നിത്തലയെ അറിയിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിഭവം. സ്വാഭാവികമായി കോൺഗ്രസ് നേതൃത്വത്തെയും കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയും അടക്കം ഇക്കാര്യം രമേശ് ചെന്നിത്തല അറിയിക്കും എന്ന് തന്നെയാണ് വിവരം. ബെന്നി ബെഹനാനെയും സമാനമായ തരത്തിൽ UDF ഏകോപന സമിതി യോഗം അറിയിച്ചിട്ടില്ല എന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. എന്തായാലും മദ്യനയം അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ബാർകോഡ് വിവാദങ്ങൾ സംബന്ധിച്ച വിശദമായ പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയായിരുന്നു UDF ഏകോപന സമിതി യോഗം ചേർന്നത്. ആ ഏകോപന സമിതി യോഗത്തിലേക്ക് ആദ്യ ബാർകോഡ് വിവാദം ഉണ്ടായ സമയത്ത് ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കാതിരുന്നതാണ് വലിയ തരത്തിൽ ചർച്ചയാകുന്നതും വിവാദമായി മാറിയിരിക്കുന്നതും. സ്വാഭാവികമായി ഔദ്യോഗികമായ വിശദീകരണവുമായി UDF നേതൃത്വം രംഗത്തെത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. സ്വാഭാവികമായി 23-ാം തീയതി രമേശ് ചെന്നിത്തല സൗദിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസത്തെ ഔദ്യോഗിക പരിപാടി മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ 25-ലെ UDF ഏകോപന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം
തിരികെ എത്തുമായിരുന്നു എന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. സ്വാഭാവികമായി UDF നേതൃത്വം എന്ത് വിശദീകരണവുമായിട്ടാകും ഇനി രംഗത്ത് വരിക എന്നതാണ് ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പിന് ഫലം വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ നേതൃത്വത്തിനിടയിലുള്ള അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തു വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മുഴുവൻ പ്രതിസന്ധിയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ ഇപ്പോൾ പരിഹരിക്കാനുള്ളത് ഒരു വിഷയം മാത്രമല്ല, വിവിധ വിഷയങ്ങൾ സംസ്ഥാന കോൺഗ്രസിൽ ഇപ്പോൾ വിവാദങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് രമേശ് ചെന്നിത്തലയുടെ അമർഷം. ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അടുത്തത്. മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിക്കുന്നതിലെ വീഴ്ച വന്നതിൽ സർക്കാരിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. വ്യാജ പട്ടയ കേസിൽ സർക്കാർ എന്ത് നടപടിയെടുത്തുവെന്നാണ് ഹൈക്കോടതി ഇന്ന് ചോദിച്ചത്. 42 ഭൂമി കയ്യേറ്റ കേസുകളിൽ സർക്കാർ കോടതികളിൽ തോറ്റുകൊടുക്കുകയായിരുന്നു. തോറ്റ കേസുകളിൽ എന്തുകൊണ്ട് അപ്പീൽ നൽകിയില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി CN പ്രകാശ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. പ്രകാശ്, ഇത് മുൻപും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചതിന് ശേഷം അതേ കേസുകൾ തന്നെ സർക്കാർ തോറ്റുകൊടുക്കുന്ന രീതി, ഇപ്പോൾ ഹൈക്കോടതി തന്നെ അതിൽ നേരിട്ട് ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണല്ലോ. എന്തുകൊണ്ട് അപ്പീൽ പോയില്ല എന്ന്. ഏത് കേസ് പരിഗണനയിൽ എടുത്തപ്പോഴാണ് ഇങ്ങനെയൊരു ചോദ്യം വന്നത്? മൂന്നാറിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികളാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ രൂക്ഷമായ വിമർശനം ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിക്കുന്നതിലെ വീഴ്ചയിലാണ് സർക്കാരിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തുന്നത്. മൂന്നാർ വ്യാജ പട്ടയ കേസിൽ സർക്കാർ എന്ത് നടപടിയെടുത്തുവെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. 42 ഭൂമി കയ്യേറ്റ കേസുകളിൽ സർക്കാർ കോടതികളിൽ തോറ്റുകൊടുത്ത സാഹചര്യം കൂടി വിമർശനത്തിൽ ഉയർന്നിട്ടുണ്ട്. തോറ്റ കേസുകൾ എന്തുകൊണ്ട് അപ്പീൽ നൽകുന്നില്ല എന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് ചോദ്യം ഉയർന്നു. വ്യാജ പട്ടയ കേസുകളിൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയുന്നത് തൃപ്തികരമല്ല എന്ന വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അഴിമതി നിരോധന നിയമം അനുസരിച്ചും കേസെടുക്കേണ്ടതാണ് എന്ന കോടതിയുടെ വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. വൻ അഴിമതിയാണ് നടന്നത് എന്ന് കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു. കേസിൽ CBI കക്ഷി ചേർക്കുന്ന കാര്യം ആലോചിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഈ തോറ്റ കേസുകളിൽ എന്തുകൊണ്ട് അപ്പീൽ നൽകിയില്ല എന്ന് കോടതി തന്നെ തിരിച്ചു ചോദിക്കുന്നത് അതൊരു അസാധാരണമായ ഒരു നടപടിയായി പോയില്ലേ? സർക്കാരിന് ഇതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ? തീർച്ചയായും നേരത്തെ നിരവധി തവണ ഇത്തരത്തിലുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ തോറ്റ കേസുകളിൽ അപ്പീൽ പോകാൻ സർക്കാർ അലംഭാവം കാണിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനം നേരത്തെയും ഉണ്ടായി. എന്നാൽ തൃപ്തികരമായ മറുപടി സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ശരി, അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ പലയിടങ്ങളിലും മഴ കുറഞ്ഞിരുന്നു. പക്ഷേ മധ്യ കേരളത്തിൽ മഴ തുടരുകയായിരുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റ് മഴയെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിവരങ്ങളുമായി ഷംന ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, എന്താണ് 1 മണിക്ക് പുറത്തു വന്നിരിക്കുന്ന റെയിൻ അപ്ഡേറ്റ്? മഞ്ജുഷ്, നിലവിൽ ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം 7 ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഒപ്പം തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുമുണ്ട്. എന്തായാലും എല്ലാ ജില്ലകളിലും ശക്തമായി മഴ തുടരുകയാണ്. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഇന്ന് രാവിലെ 8:30 വരെ ലഭിച്ച മഴയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ പിറവത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. 200 mm ആണ് പിറവത്ത് ലഭിച്ച മഴ. 200 mm ആണ് പിറവത്ത് ലഭിച്ച മഴ. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരും. ചില സ്വകാര്യ ഏജൻസികൾ വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ കാലാവർഷമാണെന്നാണ് ചില സ്വകാര്യ ഏജൻസികൾ വെളിപ്പെടുത്തുന്നത്. എന്നാൽ സർക്കാർ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. അടുത്ത 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിലാണ് മൺസൂൺ എത്തുക എന്നാണ് സംസ്ഥാന ഔദ്യോഗികമായ സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് വരികയുള്ളൂ. ചില കാലവർഷം മൺസൂൺ സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച് ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിലാണ് മൺസൂൺ എത്തുക എന്നാണ് സർക്കാർ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ വിശദീകരണം നൽകുന്നത്. എന്തായാലും മഴ വരും ദിവസങ്ങളിലും ശക്തമാവും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഉള്ള ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. മഴ ചിലയിടങ്ങളിൽ തോർന്നിട്ടുണ്ട്, പക്ഷേ ഇത് ആശ്വാസമല്ല. വരും ദിവസങ്ങളിലും ഇന്നും മഴ ശക്തമാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പിൽ ഉള്ളത്. ആലപ്പുഴ ജില്ലയിൽ മഴ തകർത്ത് പെയ്യുകയായിരുന്നു. ശക്തമായ മഴ തുടങ്ങിയതോടെ വെള്ളപ്പൊക്ക ഭീഷണിയിലായിരിക്കുകയാണ് കുട്ടനാട്. പതിവ് പോലെ പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. എടത്വ, തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു വീണു. ആലപ്പുഴ നഗരവും വെള്ളക്കെട്ടിലാണ്. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ശരണ്യ, ഇപ്പോൾ കുട്ടനാട് ഭാഗത്താണോ ഉള്ളത്? ഇപ്പോൾ കിഴക്ക് മലയിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ വെള്ളം ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തുമല്ലോ വരും ദിവസങ്ങളിൽ. ഇത് നേരിടാൻ സജ്ജമായിട്ടുണ്ടോ ആലപ്പുഴ ജില്ല?
മഞ്ജുഷ, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ നഗരത്തിലാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആലപ്പുഴ നഗരത്തിൽ വലിയ തോതിൽ വെള്ളം കയറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഉള്ള ഭാഗം കൊമ്മാടിയാണ്. കൊമ്മാടിയിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പലയിടങ്ങളിലും, അതായത് ഒരു PWD റോഡിലാണ് നമ്മളുള്ളത്. കൊമ്മാടി തൊട്ട് ആലപ്പുഴ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന പാതയാണ്. അവിടെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. തൊട്ടപ്പുറത്തൊരു കനാലുണ്ട്. ഈ കനാലിൽ കഴിഞ്ഞ ദിവസം നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബണ്ട് കെട്ടി അവിടെ അടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടുകൂടി ഈ പ്രദേശത്തെ അപ്രതീക്ഷിതമായ മഴയും കൂടി എത്തിയതോടെ ഈ പ്രദേശത്തെ മുഴുവൻ ഭാഗങ്ങളും വെള്ളത്തിലാകുന്ന ഒരവസ്ഥയാണുള്ളത്. എന്തായാലും ഈ നാട്ടുകാർ നമ്മളോടൊപ്പം ഉണ്ട്. കാരണം ഈ 2018 പ്രളയകാലത്ത് പോലും ഇത്രയധികം വെള്ളം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വീടുകളൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു വല്ലാത്ത അവസ്ഥയാണല്ലേ? വല്ലാത്ത അവസ്ഥ. കാരണം ഈ തോടൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്നതാണ് ഇവിടെ ഇത്രയും വെള്ളം വന്നിരിക്കുന്നത്. കാരണം ഇതൊക്കെ JCB വെച്ച് കോരിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. പിന്നെ പാലത്തിന്റെ പണി നടക്കുന്നുണ്ട്. അവിടെയും ബ്ലോക്ക് ആയിരിക്കുന്നുണ്ട്, വെള്ളം ഇങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഇത്രയും ബ്ലോക്ക്. ഈ പ്രളയം വന്നിട്ട് പോലും, വലിയ പ്രളയമില്ലേ, ആ പ്രളയം വന്നിട്ട് പോലും ഇവിടെ വെള്ളം ഇത്രയും വന്നിട്ടില്ല. ഇത് ബ്ലോക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. വീടിനകത്തൊക്കെ വെള്ളം ഉണ്ടോ? അവിടെ ലക്ഷ്മി വീട്ടിലൂണ് അത് ഞാൻ ഇപ്പൊ 1,00,000 മേൽ രൂപ മുടക്കിയതാ. മൊത്തം വെള്ളത്തിലായി. അകത്തെ വെള്ളമാ. ഞാൻ ഇവിടെ ഇന്നലെ രാത്രി 2 മണിക്ക് ഈ റോഡിൽ നിന്ന് ഒറ്റയ്ക്ക് നടന്നു വന്ന് കിടന്നത്. എത്ര വീടുകളുണ്ട് ഇവിടെ അങ്ങോട്ട്? ഇവിടെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അവിടെ എല്ലാം വെള്ളം കയറിയിരിക്കുക. ഇവിടെ ക്യാമ്പുകൾ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? ക്യാമ്പ് ഈ പൂന്തോപ്പിൽ എവിടെ തുടങ്ങിയെന്ന് പറയുന്നത് കേട്ട്. പിന്നെ SP സ്കൂൾ എവിടെ തുടങ്ങിയെന്ന് പറയുന്നു. കറക്റ്റ് അറിയത്തില്ല അതിന്റെ കാര്യങ്ങളും. കൗൺസിലർ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പൂന്തോപ്പ് സ്കൂളിൽ ക്യാമ്പ് തുടങ്ങുന്നുണ്ട്, ബുദ്ധിമുട്ടുള്ളവരൊക്കെ അങ്ങോട്ട് വാങ്ങുന്നു പറഞ്ഞു. അങ്ങോട്ടും ബാക്കിയുള്ള ഭാഗത്തേക്ക് പോയാൽ അങ്ങോട്ടൊക്കെ വെള്ളമാണ്, മൊത്തം വെള്ളമാണ്. അങ്ങോട്ടൊക്കെ. ഇതിപ്പോ എത്ര ദിവസമായി ഇതായിട്ടുള്ളത്? ഒപ്പം തന്നെ തീരദേശ മേഖലകളിലൊക്കെ ശക്തമായ കാറ്റുള്ള, അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് പോലെ തന്നെ ആലപ്പുഴയിലുമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഈ സ്ഥലത്ത് ഇത്രയധികം വെള്ളം വരുന്നത് ഇത് ആദ്യമായാണ്. മഞ്ജുഷ്, ശരണ്യ സ്നേഹത്തിനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കൊമ്മാടി എന്ന പ്രദേശത്താണ് ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. കനത്ത മഴയിൽ ആലപ്പുഴ കായംകുളത്ത് 400-ലധികം വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഇപ്പോൾ. കരിപ്പുഴത്തോട്, മലയൻ കനാൽ, ഇഞ്ചക്കൽ തോട് എന്നിവ കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറി. കൂടാതെ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളും ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. എരുവ, കുറ്റിത്തെരുവ്, ചേരാവള്ളി, ഇഞ്ചക്കൽ, ചുടുകാട് തുടങ്ങിയ പ്രദേശങ്ങളാണ് വെള്ളക്കെട്ടിന്റെ കെടുതി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി കനത്ത മഴയും മണ്ണിടിച്ചിലുമായിരുന്നു. വെള്ളം കയറിയ പാലാ ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കുകയാണ്. വെള്ളം ഇറങ്ങിയതോടെ പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കി തുടങ്ങിയത് രാവിലെ മുതലാണ്. പാലാ നഗരസഭയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കിയത്. മോർക്കുളങ്ങര ബൈപ്പാസ് റോഡിൽ AKM സ്കൂളിന് സമീപം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ ഇന്നലെ കനത്ത മഴയായിരുന്നു. പക്ഷേ ഇന്ന് മഴയിൽ കുറവ് വന്നിട്ടുണ്ട്. ഇന്നലെ കളമശ്ശേരിയിൽ അസാധാരണമായ മഴയാണ് പെയ്തത്. ഇതിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടായിരുന്നു. കൊച്ചി മുങ്ങിയ അവസ്ഥയിലായിരുന്നു ഇന്നലെ. കളമശ്ശേരിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഇന്ന് പൊതുവെ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇന്നലെ രാത്രിയും മഴ കാര്യമായിട്ട് പെയ്തിട്ടില്ല. പക്ഷേ ഇന്നലത്തെ മഴ പെയ്ത വളരെയധികമായിരുന്നു. അതിന്റെ തിക്തഫലങ്ങൾ ഇപ്പോഴും അത് തുടരുകയാണ്. പലയിടങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളടക്കം പുരോഗമിക്കുന്നു. ഇവിടെ നമ്മളുള്ളത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിലാണ് ഇന്നലെ കൂടിയ മഴ ലഭിച്ചത്. ഇവിടെ ഒരു ഭിത്തി തകർന്നു. അതിന് ഇപ്പുറത്തേക്ക് അവിടെ നിന്ന് മാലിന്യങ്ങൾ കൂട്ടത്തോടെ ഒഴുകി ഈ പരിസരമാകെ നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. പലയിടങ്ങളിലും വെള്ളം പൂർണ്ണമായിട്ട് തന്നെ ഒഴിഞ്ഞു പോയെങ്കിൽ കൂടിയും ഇതേപോലുള്ള ദൃശ്യങ്ങൾ പലയിടങ്ങളിലും തന്നെയുണ്ട്. കളമശ്ശേരിയിലെ വാർഡാണിത്. ഉപേക്ഷിക്കപ്പെട്ട മാലിന്യങ്ങൾ, അതായത് വലിച്ചെറിഞ്ഞ കുപ്പികൾ, മാലിന്യങ്ങൾ, ഇതെല്ലാം തന്നെ സമീപത്ത് നിറഞ്ഞിരിക്കുന്നത്. ശുചീകരിക്കുക എന്ന വലിയ പ്രവൃത്തിയിലാണ് പലയിടങ്ങളിലും തന്നെയുള്ളത്. ഡാം പൊട്ടുപോലെയായിരുന്നു വെള്ളം വന്നത്. ആ ഫ്ളാറ്റിന്റെ അടിയിലേക്കും ഇവിടെ കംപ്ലീറ്റ് വേസ്റ്റ് ഇതുണ്ട്. ആകെ ഭിത്തി കംപ്ലീറ്റ് ഇടിഞ്ഞു പോയി. ഒരുപാട് നാശനഷ്ടമുണ്ട്. അതുപോലെ അവർക്കുണ്ട്, പിന്നെ അടുത്ത വീട്ടുകാർക്കൊക്കെ ഉണ്ട്. ഈ റബ്ബറും തോട്ടമുണ്ട്. ആ റബ്ബറും തോട്ടത്തിൽ വരുന്ന വെള്ളമാണ് ഇന്നലെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെയുള്ള മതിലുകളെല്ലാം പഴയ മതിലുകളായിരുന്നു കോളേജിന്റെ.
മതിലുകൾ ഈ പ്രഷർ താങ്ങാൻ പറ്റാതെ വെള്ളം ഇടിഞ്ഞു പോകുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ 2 എണ്ണമാണ് തുടങ്ങിയിട്ടുള്ളത്. രണ്ടും കളമശ്ശേരി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കെല്ലാം തന്നെ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാൻ കഴിയും. ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലെല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും കനത്ത മഴ വലിയ രീതിയിലുള്ള നാശങ്ങൾ തന്നെയാണ് ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. കല്ലടയാറ്റിലൂടെ ഒരു വീട്ടമ്മ ഒഴുകിപ്പോകുന്ന ഫോട്ടോ ഞെട്ടലോടെയായിരുന്നു കണ്ടത്. പക്ഷേ അത്ഭുതകരമായി 61 വയസ്സുകാരിയായ ശ്യാമളയമ്മ രക്ഷപ്പെടുകയായിരുന്നു. കല്ലടയാറ്റിൽ വീണ് 10 കിലോമീറ്ററിലധികം ഒഴുകിപ്പോയ ശ്യാമളാമ്മയെ നാട്ടുകാർ ഒടുവിൽ രക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. കല്ലടയാറ്റിൽ നിന്നും സ്ത്രീയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. ബോധരഹിതയായി വെള്ളത്തിൽ ഒഴുകി വന്നിരുന്ന ശ്യാമളയമ്മയ്ക്ക് ബോധം വീണത് വള്ളിപ്പടർപ്പിൽ കുടുങ്ങിയതോടെയാണ്. ബോധം ലഭിച്ചതും ഉച്ചത്തിൽ നിലവിളിച്ചതാണ് രക്ഷയായത്. പുള്ളിക്കാര് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടും, കാരണം വെച്ചാൽ നല്ലതായിട്ട് റെസ്പോൺസ് ചെയ്യുന്നു ഇങ്ങോട്ട്. നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പേടിക്കേണ്ട അവിടെ തന്നെ നിൽക്കണേ, എന്ത് വെച്ചാൽ ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു നമ്മുടെ മനസ്സിനകത്തൊരു എന്തായാലും ഒരു കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടും, കുഴപ്പമൊന്നും ഇല്ല എന്ന്. അതുകൊണ്ട് നല്ല സന്തോഷം, കാരണം വെച്ചാൽ രക്ഷപ്പെടട്ടെ ജീവിതത്തിലോട്ട്. നിലയില്ലാ കയത്തിൽ നിന്നും ശ്യാമളയമ്മയെ രക്ഷിക്കുന്നത് ഏറെ ദുഷ്കരമായിരുന്നെന്ന് നാട്ടുകാർ. ഏറെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുത്തൂർ പോലീസും കൊട്ടാരക്കരയിൽ നിന്നെത്തിയ ഒരു യൂണിറ്റ് ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു. അത് പിടിച്ചു കിടക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഇറങ്ങി ചെല്ലുക തന്നെ വളരെ ദുഷ്കരമായ ഒരു പ്രദേശമാണ് നമുക്ക് അവിടെ ഇങ്ങനെ. കാരണം ഇത് കിടക്കുന്ന സ്ഥലത്തെന്ന് പറയുമ്പോൾ ഏതാണ്ട് 70 അടിയോളം താഴ്ചയുണ്ട് റോഡിൽ നിന്നും. നമ്മൾ ഇറങ്ങി ഈ ആറ്റിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ നല്ല ഒഴുക്കുണ്ട്, അടിയൊഴുക്ക് നല്ല ഭയങ്കരമായിട്ടാണ്. മുകളിലൊഴുക്കും അടിയൊഴുക്കും നല്ല രീതിയിലുണ്ട്. നമ്മൾ കയറിട്ട് കൊടുത്ത് ആ കയറയിൽ അവരെ പിടിച്ചു. പിന്നെ ഒപ്പം തന്നെ ദിലീപ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ പെട്ടെന്ന് നീന്തി ചെന്ന് ഈ കയറെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് ചെന്ന് സഹായിച്ച് പെട്ടെന്ന് ഞങ്ങൾ കരയ്ക്കെത്തിച്ചു. ചെട്ടിയാരഴികത്ത് പാലം, ഞാങ്കാവ് പാലം, കുന്നത്തൂർ പാലം എന്നീ 3 പാലവും പിന്നിട്ടാണ് ശ്യാമളയമ്മ ഒഴുകിയെത്തിയത്. ശക്തമായ മഴയെ തുടർന്ന് കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അടിയൊഴുക്കും ശക്തമാണ്. കാൽ വഴുതി ആറ്റിൽ വീണെങ്കിലും വെള്ളത്തിൽ ഉയർന്നു പൊങ്ങി ഒഴുകിയെത്തിയതിനാലാണ് ജീവൻ തിരികെ ലഭിച്ചത്. ഒരു മഴക്കാലത്തിന്റെ പേടിപ്പെടുത്തുന്ന ശ്യാമളയമ്മ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. മറ്റു വാർത്തകളിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം നീട്ടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി. കേജ്രിവാൾ ജൂൺ 2 തന്നെ ജയിലിൽ തിരിച്ചെത്തണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ MG മിഥുൻ നൽകും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും കനത്ത പ്രഹരം തന്നെയാണ്, കനത്ത തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 7 ദിവസം കൂടി അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യം നീട്ടി നൽകണം എന്നുള്ള ആവശ്യമായിരുന്നു പ്രധാനമായും ഉന്നയിച്ചത്. പക്ഷേ ഈ ഒരു അറസ്റ്റിനെതിരായിട്ടുള്ള ഹർജി അത് വിധി പറയാൻ മാറ്റിയ സാഹചര്യത്തിൽ ഇത് ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് സുപ്രീം കോടതി രജിസ്ട്രി സ്വീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജാമ്യം വ്യവസ്ഥയിൽ ഇളവ് നൽകാതെ അദ്ദേഹം ജൂൺ 2 തന്നെ തിരികെ ജയിലിൽ പോകണം എന്നുള്ളൊരു നിർദ്ദേശത്തെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതോടുകൂടി ജൂൺ 1 അദ്ദേഹത്തിന്റെ 21 ദിവസത്തെ ഇടക്കാല ജാമ്യം അവസാനിക്കുന്നത്. ജൂൺ 2 അദ്ദേഹം തിഹാർ ജയിലിലേക്ക് തിരികെ മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ സ്ഥിരം ജാമ്യത്തിനായി അദ്ദേഹത്തിന് വിചാരണ കോടതി സമീപിക്കാമെന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി സ്ഥിര ജാമ്യത്തിനായി അദ്ദേഹത്തിന് വിചാരണ കോടതി സമീപിക്കാനൊരു നീക്കമായിരിക്കും ഇനി നടക്കാൻ പോവുക. എന്തായാലും സുപ്രീം കോടതി രജിസ്ട്രി കടുത്ത നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ലിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് കൂടി എടുത്ത ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഈ ഒരു അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം 7 കിലോ തൂക്കം കുറഞ്ഞ തനിക്ക് PET CT സ്കാൻ അടക്കം മെഡിക്കൽ പരിശോധനകൾ ആവശ്യമാണെന്നും അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി തനിക്ക് പരിശോധനകൾക്ക് വിധേയമാകേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി തവണ ജയിലിലായിരുന്നപ്പോൾ പോലും തന്നെ തന്റെ ആരോഗ്യ പ്രശ്നത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ എത്തി ഡോക്ടർ പ്രാഥമിക ചികിത്സകൾ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് തുടർ ചികിത്സ നൽകുന്നതിന് വേണ്ടി കൂടി തന്നെയാണ് ഇത്തരത്തിൽ 7 ദിവസം കൂടി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നൊരു ആവശ്യം സുപ്രീം കോടതി സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിപ്പോൾ സുപ്രീം കോടതി രജിസ്ട്രി തള്ളുകയാണ്. അത് സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും വലിയ കനത്ത പ്രഹരം തന്നെയാണ്. കാരണം ജൂൺ 1 ഈ ഒരു അവസാനഘട്ട
ഘട്ടം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം അവസാനിക്കുന്ന ജൂൺ 1 രാത്രി 7 മണിക്ക് ഡൽഹിയിൽ വെച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ നിർണായക യോഗം ചേരുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ആ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വേളയിൽ അതായത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ അരവിന്ദ് കെജ്രിവാൾ തിരികെ ജയിലിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഇക്കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായി ധാരണ ഉണ്ടാക്കണം. മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ ഏതൊക്കെ പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനങ്ങൾ നൽകണം, അതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു യോഗത്തിന്റെ പ്രധാന അജണ്ടയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ആ ഒരു വേളയിൽ കൂടുതൽ സമയം കൂടി നീട്ടി ചോദിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോയത്, ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി പോയത്. അതിനൊരു കനത്ത പ്രകാരം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കില്ല എന്നുള്ളൊരു കടുത്ത നിലപാട് കൂടി സുപ്രീം കോടതി രജിസ്ട്രി കൈക്കൊള്ളുകയായിരുന്നു. എങ്കിലും ആത്മവിശ്വാസമുള്ള വാക്കുകളാണ് ഇന്ത്യ മുന്നണി നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ജൂൺ 4 ശേഷം ഒരു ജോലിയും ഉണ്ടാവുകയില്ല എന്നാണ്. മാറ്റത്തിൻ്റെ കാറ്റാണ് കണ്ടു തുടങ്ങുന്നതെന്ന് ഇന്ത്യ മുന്നണിയുടെ മറ്റു നേതാക്കളും പറയുന്നു. ഇനി 3 ദിവസം മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ബാക്കിയുള്ളൂ. നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ പ്രചാരണം അവസാനിക്കുകയാണ്. ശനിയാഴ്ചയാണ് ഏഴാമത്തെയും അവസാനത്തേതുമായ ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ഇപ്പോൾ ഈ അവസാന ഘട്ടമായപ്പോഴേക്കും ആത്മവിശ്വാസം കുതിച്ചുയർന്നിരിക്കുകയാണെന്നാണോ ഇന്ത്യ മുന്നണി നേതാക്കളുടെ അവരുടെ വാക്കുകൾ അങ്ങനെ സൂചിപ്പിക്കുകയാണല്ലോ? തീർച്ചയായും അതാണ് കാരണം. നമുക്കറിയാം 3ഉം 4ഉം ഘട്ടങ്ങളിൽ വരെ ഇന്ത്യ മുന്നണി അത്രത്തോളം ഒരു ആത്മവിശ്വാസത്തിലായിരുന്നില്ല. കാരണം NDA സെറ്റ് ചെയ്ത ഒരു അജണ്ടയുമായി ബന്ധപ്പെട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ആ സമയങ്ങളിൽ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഈ 4ഉം 5ഉം 6ഉം ഘട്ടങ്ങൾ എത്തിയപ്പോഴേക്കും ഇന്ത്യ മുന്നണി വലിയ തരത്തിലുള്ള ആത്മവിശ്വാസത്തിലേക്ക് വരുന്നു. ഒരു വിജയപ്രതീക്ഷ, ഒരുപക്ഷെ അധികാരം തിരിച്ചു പിടിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. അതനുസരിച്ചുള്ള പ്രസ്താവനകൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സവിശേഷമായ സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു വെക്കുന്നത് ഈ ജൂൺ 4 ശേഷം അമിത്ഷായും നരേന്ദ്രമോദിയും തൊഴിൽ രഹിതരാകും എന്ന തരത്തിലാണ്. അത്തരത്തിൽ കടുത്ത പരാമർശങ്ങളിലേക്ക് പോകുന്നതിൻ്റെ കാരണം സമീപകാലത്തായി ഉണ്ടായ ഒരു ആത്മവിശ്വാസത്തിൻ്റെ വർധനമാണ്. പക്ഷേ എത്രത്തോളം പ്രായോഗികമാകുമെന്ന കാര്യത്തിലൊക്കെ ദേശീയ തലത്തിൽ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. നരേന്ദ്രമോദിയും കടുത്ത ഭാഷയിൽ ഇന്ത്യ നേതാക്കൾക്ക് മറുപടി നൽകുന്നുണ്ട്. ഇതിലേക്ക് നമുക്കറിയാം മൈനോറിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ. നാളെ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ് മഞ്ജുഷ്. 7ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മറ്റന്നാൾ നിശബ്ദ പ്രചരണമാണ്. മോദിയുടെ കന്യാകുമാരി യാത്രയൊക്കെ ധ്യാനമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഏതായാലും ഓരോ ഘട്ടങ്ങളിലും വ്യത്യസ്തമായ വിഷയങ്ങൾ കടന്നുപോയ തെരഞ്ഞെടുപ്പിനൊടുവിൽ 2 മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. BJPക്ക് ഏകപക്ഷീയമായിരിക്കും ജയം എന്നൊരു ചിത്രം മാറുന്ന സാഹചര്യം വാക്കുകൾ കൊണ്ടെങ്കിലും സംഭവിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഈ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടമാകുമ്പോഴേക്കും. മഞ്ജുഷ്, ശരിയാണ്. അവസാന ഘട്ടമാകുമ്പോഴേക്കും വാക്കുകളിൽ ആത്മവിശ്വാസം നിറയുകയാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയാണ് കന്യാകുമാരിയിൽ എത്തുന്നത്. കന്യാകുമാരി വിനോദസഞ്ചാര കേന്ദ്രം പോലീസിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണ നിയന്ത്രണത്തിലായി. വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നാളെ പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ വരും. തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ വൈകിട്ട് 4:30 കന്യാകുമാരി ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് കോംപ്ലക്സിലെത്തും. അവിടെ നിന്ന് കാറിൽ സമീപത്തുള്ള ബോട്ട് ഹൗസിൽ വന്ന് അവിടെ നിന്ന് സ്വാമി വിവേകാനന്ദൻ സ്മാരക മണ്ഡപത്തിൽ എത്തും. അവിടെയുള്ള വിവേകാനന്ദൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. 2 ദിവസം കന്യാകുമാരിയിൽ മോദി താമസിക്കും. ധ്യാന മണ്ഡപത്തിൽ ധ്യാനിക്കുകയും ചെയ്യും. ജൂൺ 1 ശനിയാഴ്ച പ്രധാനമന്ത്രി തിരികെ മടങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 7ാം ഘട്ട വോട്ടിങ്ങിനുള്ള പ്രചാരണം നാളെ അവസാനിക്കാൻ പോവുകയാണ്. 57 മണ്ഡലങ്ങളിലാണ് ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കുക. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി ഉൾപ്പെടെയുള്ള 13 സീറ്റുകളിൽ വോട്ടെടുപ്പുണ്ടാകും. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും എല്ലാ സീറ്റുകളിലും അവസാന ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. കങ്കണ റണാവത്ത്, കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ, അഭിഷേക് ബാനർജി, ലാലു പ്രസാദിന്റെ മകൾ മിസ ഭാരതി തുടങ്ങിയവരും ശനിയാഴ്ച ജനവിധി തേടുന്നവരിൽ ഉൾപ്പെടുന്നുണ്ട്.
Climax, Counting Day, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. Special partner, Ajmi's teammate പുട്ടുപൊടി. വിളമ്പാം നല്ല വിശേഷം. ഡൽഹിയിൽ കടുത്ത ചൂടിൽ മലയാളി പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ഉഷ്ണതരംഗം കാരണമാണോ മരണമെന്ന് സംശയമുണ്ട്. വടകര സ്വദേശി ബിനീഷാണ് മരിച്ചത്. കടുത്ത ചൂടിൽ 2 ദിവസം ബിനീഷ് പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. പരിശീലനത്തിന് ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെയാണ് മരണം സംഭവിച്ചത്. ഇനി മറ്റ് ദേശീയ വാർത്തകൾ നോക്കാം. നമസ്കാരം. റിമാൽ ചുഴലിക്കാറ്റ് സൃഷ്ടിച്ച കനത്ത മഴയിലും ഇടിമിന്നലിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ 37 പേർ മരിച്ചു. മിസോറാമിൽ നിരവധി പേരെ കാണാതായി. ചുഴലിക്കാറ്റിൽ വീടുകൾ തകരുകയും വൈദ്യുതി ലൈനുകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തതോടെ 100 കണക്കിന് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. മിസോറാമിലാണ് റിമാൽ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. രാജസ്ഥാനിൽ തുടർച്ചയായ 17ാം ദിവസവും ഉഷ്ണതരംഗം തുടരുന്നു. ചൊവ്വാഴ്ച കനത്ത ചൂടിനെ തുടർന്ന് ജയ്പൂരിൽ 3 പേർ മരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ചുട്ടുപൊള്ളുന്ന ഉഷ്ണതരംഗമാണ്. രാജസ്ഥാൻ, ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില 50 ഡിഗ്രി രേഖപ്പെടുത്തിയിരുന്നു. വീട്ടുജോലിക്കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രജ്വൽ രേവണ്ണയുടെ അമ്മ ഭവാനി രേവണ്ണ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി ബംഗളൂരു മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. തന്നെ ആരും തട്ടിക്കൊണ്ടുപോയില്ലെന്ന് 60 വയസ്സുകാരി പറയുന്ന വീഡിയോ പുറത്തു വന്നെങ്കിലും ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഭവാനിയും അജിത്തുമാണെന്ന് പോലീസ് ആരോപിക്കുന്നുണ്ട്. ഭവാനിക്കും ഡ്രൈവർ അജിത്തിനും പ്രത്യേക അന്വേഷണ സംഘം സമൻസ് അയച്ചിട്ടും ഹാജരായിരുന്നില്ല. ബംഗ്ലാദേശ് MP അൻവാറുള്ള സി മനാറിനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കിയെന്ന് സംശയം. സാഹചര്യ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസിലെ അപ്പാർട്ട്മെന്റിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. പൂനെയിൽ കാർ ഇടിച്ച് 2 പേർ മരിച്ച സംഭവത്തിൽ കാർ ഓടിച്ച കൗമാരക്കാരനെ രക്ഷിക്കാനായി MLA ഇടപെട്ടുവെന്ന ആരോപണവുമായി കോൺഗ്രസ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി രാജിവെക്കണമെന്നും സംഭവത്തിൽ CBI അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കേസിലെ ഫഡ്നാവിസിന്റെ ഇടപെടലുകൾ സംശയകരമാണെന്നും മഹാരാഷ്ട്ര PCC അധ്യക്ഷൻ നാനാ പട്ടോള പറഞ്ഞു. മധ്യപ്രദേശിലെ ദിൻജാര ജില്ലയിൽ കുടുംബത്തിലെ 8 പേരെ കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത യുവാവ്. ആദിവാസി ഗ്രാമമായ ബോദൽ കച്ചാറിയിലാണ് കൊലപാതകം. ഇയാൾ മാനസികാസ്വാസ്ഥ്യമുള്ളയാളാണെന്നും പോലീസ് പറഞ്ഞു. പുലർച്ചെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ദുര എന്ന ദിനേശ് കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇതോടെ ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ആവേശം സിനിമയിലെ പോലെ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജമാക്കി റോഡിലിറങ്ങിയ യൂട്യൂബർക്കെതിരെ RTO നടപടിയെടുത്തു. കാറിലുണ്ടായിരുന്ന യൂട്യൂബർ സഞ്ജു ടെക്കും ഒപ്പമുണ്ടായിരുന്നയാളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവനം നടത്തണം എന്നാണ് നടപടി. റോഡപകടത്തിൽ പരിക്കേറ്റവർക്കുള്ള കമ്മ്യൂണിറ്റി സർവീസും നടത്തണം. മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കുകയും വേണം. ശരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആവേശം സിനിമയിലേതിന് സമാനമായി സ്വന്തം വാഹനത്തിനകത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്ത സഞ്ജു ടെക്കിക്കും ഒപ്പം തന്നെ കൂട്ടുകാർക്കുമാണ് കർശന നിയമ നടപടി സ്വീകരിക്കേണ്ടതായി വന്നത്. എൻഫോഴ്സ്മെന്റ് RTO രമണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ വിളിച്ചു വരുത്തുകയും പിന്നീട് ഈ സംഭവത്തിൽ കേസെടുക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം തന്റെ യൂട്യൂബ് ചാനലിൽ നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു വീഡിയോ സഞ്ജുവും സുഹൃത്തുക്കളും ചേർന്ന് ചെയ്തത്. സ്വന്തം വാഹനത്തിനകത്ത് ഒരു ടർപോളിൻ ഷീറ്റ് വെച്ച് സ്വിമ്മിംഗ് പൂൾ പോലെ തയ്യാറാക്കി വെള്ളം നിറച്ച് അതിനകത്തായിരുന്നു യാത്ര ചെയ്യുന്നതിനിടയിൽ നല്ല ജനത്തിരക്കുള്ള സ്ഥലത്ത് വെച്ച് ഈ വാഹനത്തിനകത്തെ ഈ ടർപോളിൻ ഷീറ്റിൽ കരുതിയിരുന്ന വെള്ളം പൊട്ടുകയും ഒപ്പം തന്നെ ആ കാറിനകത്ത് കൃത്യമായ ഒരു കേടുപാടുകൾ ഉണ്ടാവുകയും പുറത്തേക്ക് വെള്ളം ഒഴുകുകയും ചെയ്തു. വളരെ അപകടകരമായ ഒരു സഞ്ചാരമായിരുന്നു ഇവരുടേത് എന്നുള്ളതാണ് RTO വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ കർശന നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ വാഹനം ഓടിച്ചിരുന്ന സൂര്യനാരായണൻ എന്ന വ്യക്തിയുടെ ലൈസൻസ് 1
വർഷത്തേക്ക് റദ്ദു ചെയ്തു. ഒപ്പം തന്നെ ഈ സഞ്ജുവിന്റെ വാഹനമായിരുന്നു ഇത്തരത്തിൽ വെള്ളം നിറച്ചത്. ആ കാറിന്റെ രജിസ്ട്രേഷനും 1 വർഷത്തേക്ക് റദ്ദു ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല മറ്റ് നിയമ നടപടികളും ഇവർ സ്വീകരിക്കേണ്ടതായി വരും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം 100 ചില ചെറുപ്പക്കാർ ഒരു കാറിന്റെ പുറത്ത്, ഇന്നോവ കാറിന്റെ പുറത്തും അകത്തുമായി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ വന്നിരുന്നു. പിന്നീട് ഇവർക്കെതിരെയും കൃത്യമായ നിയമ നടപടിയിലേക്ക് RTO നീങ്ങുകയും ചെയ്തു. അതിന് സമാനമായ രീതിയിൽ സഞ്ജുവിനും സുഹൃത്തുക്കൾക്കും ശിക്ഷ നൽകിയിട്ടുണ്ട്. അതായത് ഇവർ മെഡിക്കൽ കോളേജിൽ നിർബന്ധിത സേവനം അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. ഈ വാഹനത്തിനകത്തുണ്ടായിരുന്ന സഞ്ജുവിനും സഞ്ജുവിന്റെ സുഹൃത്തുക്കൾക്കും മെഡിക്കൽ കോളേജിൽ ഇവർ നിർബന്ധിത സേവനത്തിന് 10 ദിവസം നിർബന്ധിത സേവനം നൽകണം. മാത്രമല്ല ഇവർ ഇടപ്പാളിൽ നടക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ മാതൃകാപരമായ ശിക്ഷ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ് അമ്പലപ്പുഴയിലെ RTO ഓഫീസിലേക്ക് സഞ്ജു എത്തിയത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കർശനമായ നിയമം ഇക്കാര്യത്തിൽ പാലിക്കുമെന്നും മാത്രമല്ല കർശനമായ ശിക്ഷ ഉണ്ടാകുമെന്നും RTO വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തൃശൂരിൽ ഒടുവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉണർന്നു. ഒരു വീട്ടമ്മ ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചതിന് പിന്നാലെയാണ് കർശനമായ പരിശോധന തുടങ്ങിയത്. ഹോട്ടലുകളിലെ പരിശോധനയിൽ 9 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. തൃശൂർ കോർപ്പറേഷന്റെ പരിധിയിൽ നിന്ന് പിടികൂടിയ ഭക്ഷണം ഹോട്ടലുകളുടെ പേരുകൾ സഹിതം പ്രദർശിപ്പിച്ചു. 26 ഹോട്ടലുകളിലാണ് ഇതുവരെ പരിശോധന നടത്തിയത്. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് സ്ത്രീ മരിച്ചതിന് പിന്നാലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നാണ് തൃശൂർ മേയർ അറിയിച്ചത്. വലിയ ഹോട്ടലെന്നോ ചെറിയ ഹോട്ടലെന്നോ വ്യത്യാസം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് തൃശൂർ മേയർ. ഇടുക്കി വട്ടവടയിൽ കാട്ടുനായയുടെ ആക്രമണത്തിൽ 50-ലധികം ആടുകൾ ചത്തു. മേയാൻ വിട്ട ആടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. വട്ടവട ചിലന്തിയാർ കനിരാജിന്റെ ആടുകളെയാണ് കൊന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപും ഇതേ സ്ഥലങ്ങളിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു. വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് അല്പസമയത്തിനകം നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. വിപണിയിൽ ഇറക്കിയ 42 ലക്ഷം ടിക്കറ്റുകളിൽ 92,200 ടിക്കറ്റുകൾ മാത്രമാണ് വിൽക്കാൻ ബാക്കിയുള്ളത്. നറുക്കെടുപ്പിന് മുൻപായി മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോകുമെന്നാണ് ഇപ്പോൾ ലോട്ടറി വകുപ്പിന്റെ പ്രതീക്ഷ. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 6 സീരീസുകളിലായി 1 കോടി രൂപ വീതം. 300 രൂപയാണ് ടിക്കറ്റിന്റെ വില. വിഷു ബമ്പറിന്റെ നറുക്കെടുപ്പിനൊപ്പം 10 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന മൺസൂൺ ബമ്പറിന്റെ പ്രകാശനവും ഉണ്ടാകും. അല്പസമയത്തിനകം നറുക്കെടുപ്പ് തുടങ്ങും. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ നിർമ്മാതാക്കൾക്കെതിരെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. നിർമ്മാതാക്കൾ നടത്തിയത് മുൻ ധാരണ പ്രകാരമുള്ള ചതിയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സിനിമയ്ക്കായി നിർമ്മാതാക്കൾ 1 രൂപ പോലും മുടക്കിയിട്ടില്ല. വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവ ഫിലിം കമ്പനി തിരികെ നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിനിമയുടെ ലാഭവിഹിതം പങ്കുവച്ചില്ലെന്ന് സിറാജ് വലിയതറ എന്നയാൾ നൽകിയ കേസിലാണ് ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് നൽകിയത്. കണ്ണൂരിലെ യുവ വ്യവസായിയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ അന്വേഷണം കൂടുതൽ CPM നേതാക്കളിലേക്ക് വരികയാണ്. ആലപ്പുഴ കഞ്ഞിക്കുഴി ലോക്കൽ സെക്രട്ടറിക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏരിയ സെക്രട്ടറിക്ക് ഉടൻ നോട്ടീസ് നൽകും. അതേസമയം വ്യവസായിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. 1-ാം പ്രതി അനൂപിന്റെ വീട്ടിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത്. +1 സീറ്റ് വിഷയത്തിൽ സർക്കാർ അനങ്ങാപ്പാറ നയം തുടർന്നാൽ കടുത്ത പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നറിയിപ്പ്. മലപ്പുറം ജില്ലാ കളക്ടറേറ്റിലേക്ക് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ സമരം ശക്തമാക്കുകയാണ്. +1 സീറ്റ് വിഷയം പ്രാദേശിക പ്രശ്നം അല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കിട്ടേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF നേതാക്കൾ ധർണയിൽ പങ്കെടുത്തു. കോഴിക്കോട് കല്ലുത്താൻകടവിലെ സീലിംഗ് അടർന്നു വീണ ഫ്ളാറ്റുകളിൽ അറ്റകുറ്റപ്പണി തുടങ്ങുന്നു. താമസക്കാരെ മറ്റ് ഫ്ളാറ്റുകളിലേക്ക് മാറ്റി. 4 ആഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. കല്ലുത്താൻകടവിലെ ഇടിഞ്ഞു വീഴാറായ മുറികളിൽ അറ്റകുറ്റപ്പണി 10 മാസത്തിലധികമായി വൈകുന്നത് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് 18 ഇമ്പാക്റ്റ് ആണ് ഈ സംഭവം. ഇതിൽ ഉടൻ തന്നെ നടപടിയെടുക്കുകയായിരുന്നു ഇപ്പോൾ കോർപ്പറേഷൻ.
വിശക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള മലബാർ ഗ്രൂപ്പിന്റെ ഹങ്കർ ഫ്രീ വേൾഡ് പദ്ധതി വിപുലീകരിച്ചു. പ്രതിദിനം വിതരണം ചെയ്യുന്ന ഭക്ഷണപ്പൊതികളുടെ എണ്ണം 31,000 പൊതികളിൽ നിന്ന് 51,000 ആയാണ് ഉയർത്തുന്നത്. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ ഇടങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് വ്യക്തമാക്കി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,695, പവന് 53,560. 18 ക്യാരറ്റ് ഗ്രാമിന് 5,570, പവന് 44,560. വെള്ളി ഗ്രാമിന് 101 രൂപ, കിലോയ്ക്ക് 1,01,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 12 കോടിയുടെ വിഷു ബമ്പർ